ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2025 ALP നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. സ്റ്റുഡൻസൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ ചില സ്റ്റുഡൻസിനൊക്കെ ഡൗട്ടുണ്ട്, ഏത് സോണിൽ അപ്ലൈ ചെയ്യണം, ഒരു സോൺ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, അവിടുത്തെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എന്താണെന്നൊക്കെ കുറേ സ്റ്റുഡൻസ് നമ്മളോട് ഡൗട്ട്സ് ചോദിച്ചിരിക്കുന്നു. നമ്മളപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ ഒരു സോൺ തിരഞ്ഞെടുക്കാം, സോൺ വൈസ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ പ്രീവിയസ് ഇയർ കട്ട് ഓഫും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഈ വർഷത്തെ 2025 ALP നോട്ടിഫിക്കേഷൻ വന്നപ്പോഴുള്ള സോൺ വൈസ് വേക്കൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തുള്ള റീജിയനിലെ വേക്കൻസികളൊക്കെ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ട്രിവാൻഡ്രം വരുമ്പോൾ 148 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അതേപോലെ ചെന്നൈ സോൺ വരുമ്പോൾ 362 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അതേപോലെ സെക്കന്ദരാബാദിൽ 1500ഓളം വേക്കൻസികളുണ്ട്. അതേപോലെ മുംബൈയിൽ 740ഓളം വേക്കൻസികളുണ്ട്. അപ്പോൾ നമ്മളൊരു സോൺ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ ഒരു സോൺ തിരഞ്ഞെടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ആ ഫാക്ടേഴ്സൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളൊരു സോൺ തിരഞ്ഞെടുക്കാൻ. നമ്മൾ റാൻഡംലി ഒരു സോൺ തിരഞ്ഞെടുത്ത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റിൽ ജോലി കിട്ടുവാണെങ്കിൽ നമുക്ക് ആ സോണിൽ പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു സോൺ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നമ്മൾ തീർച്ചയായും നോക്കേണ്ട ഒന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സോണിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ 1-2 വേക്കൻസി അല്ലെങ്കിൽ 10-20 വേക്കൻസി ഉള്ളൊരു സോണിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ സോണിൽ വേക്കൻസി ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ നമ്മുടെ കംഫർട്ട് സോൺ ആണോ എന്ന് നമ്മൾ അറിയണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അറിയാത്തൊരു നാട്ടിൽ നമ്മൾ അറിയാത്തൊരു ഭാഷയിൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അപ്പോൾ നമ്മുടെ ഒരു കംഫർട്ട് സോൺ നമുക്കേ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള സോണുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ ഡിസ്റ്റൻസ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാടിങ്ങ് കേരളത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി എവിടെയാണോ അപ്പോൾ നമുക്ക് ഫാമിലിയെ മീറ്റ് ചെയ്യാനൊക്കെയുള്ള ടൈം കിട്ടുമോ, നമുക്കൊരു ലീവ് കിട്ടുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് വരാനുള്ളൊരു ടൈം കിട്ടുമോ എന്നൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ആ ഡിസ്റ്റൻസും നമ്മുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ കട്ട് ഓഫ്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ഏറ്റവും കൂടുതലും അവിടുത്തെ പ്രീവിയസ് ഇയറിലെ വേക്കൻസി വെച്ചിട്ട് കട്ട് ഓഫ് വന്ന രീതിയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ കട്ട് ഓഫ് കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മളൊരു സോൺ തിരഞ്ഞെടുക്കാൻ. അതേപോലെ കോമ്പറ്റീഷൻ. ചില സോണിൽ ഒരുപാട് വേക്കൻസികൾ കാണും, പക്ഷേ അതേപോലെ കോമ്പറ്റീഷനും അവിടെ കാണും. അപ്പോൾ എന്താണ് സംഭവിക്കുക, അവിടെ കട്ട് ഓഫ് ഗ്രാജുവലി കൂടും. അതേസമയം വേക്കൻസി കുറവാണെന്ന് കരുതിയിട്ട് ചില സ്റ്റുഡൻസ് ഒന്നും ചില സോണിൽ അപ്ലൈ ചെയ്യാതിരിക്കും. അപ്പോൾ പക്ഷേ ആ അപ്ലൈ ചെയ്യുന്ന സോണിൽ, ആ വേക്കൻസി കുറവായ സോണിൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് ചിലപ്പോൾ കട്ട് ഓഫ് കുറവായിരിക്കും വരുന്നത്. ഇപ്പം കഴിഞ്ഞ തവണ ട്രിവാൻഡ്രം സോണിലെ കേസ് പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം സോണിൽ 200+ സംതിങ് വേക്കൻസികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. അവിടെ നേരത്തെ കഴിഞ്ഞ തവണ ബാംഗ്ലൂരും സെക്കന്ദരാബാദും ഒക്കെയാണ് കൂടുതൽ സ്റ്റുഡൻസും അപ്ലൈ ചെയ്തത്. അവിടെയൊക്കെ കോമ്പറ്റീഷൻ അത്യാവശ്യം വളരെ വലുതുമായിരുന്നു. അവിടെ കട്ട് ഓഫും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ട്രിവാൻഡ്രം സോണിൽ വന്നത് 48 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോമ്പറ്റീഷനോട് നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പോൾ വേക്കൻസി കുറവായതുകൊണ്ട് സോണിൽ നമ്മൾ അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ സ്വയം ഒന്ന് എല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഏത് സോൺ ആയിരിക്കും ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ഓപ്റ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫും അതേപോലെ പ്രീവിയസ് ഇയറിലെ വേക്കൻസിയും അതേപോലെ 2025 വേക്കൻസികളും ഒന്ന് താരതമ്യം ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്ന സോണുകൾ ട്രിവാൻഡ്രം, ചെന്നൈ, സെക്കന്ദരാബാദ്, റാഞ്ചി, ഭുവനേശ്വർ, മുംബൈ, ഇങ്ങനെ 6 സോണുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളൊരു സേഫ് സോൺ എന്നൊരു കാറ്റഗറിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന 6 സോണുകളാണിത്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നോർത്തിലേക്കൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കേരളത്തിനടുത്തുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ട്രിവാൻഡ്രത്ത് 2024 233 വേക്കൻസികളായിരുന്നു ഉണ്ടായിരുന്നത്. 2025 വന്നപ്പോൾ അത് 148 വേക്കൻസികളായി. വേക്കൻസി ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം 2024 ALP നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 5000+ വേക്കൻസീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് പിന്നീട് 18000+ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇത്തവണയും നമുക്കത് ഇങ്ങനെ ഒരു ഇൻക്രിമെൻറ്റ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കട്ട് ഓഫ് വന്നത് ട്രിവാൻഡ്രം സൈഡിൽ കട്ട് ഓഫ് വന്നത് 48 മാർക്കാണ്. അപ്പോൾ ചെന്നൈ സോണിൽ 493 വേക്കൻസികൾ ഉണ്ടായിരുന്നു. അവിടെ ഇത്തവണ വന്നിരിക്കുന്നത് 362 വേക്കൻസിയാണ്.
അവിടുത്തെ നേരത്തെ 2024 CBT 1ന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 49 മാർക്കായിരുന്നു. നമുക്ക് നോക്കിയാൽ അറിയാം ട്രിവാൻഡ്രത്തും ചെന്നൈയിലും വലിയ വ്യത്യാസമില്ലാതാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്, 48, 49 എന്ന രീതിയിൽ. അതേപോലെ സെക്കന്ദരാബാദിൽ 2500ഓളം വേക്കൻസികളായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 1500 ആണ്. അവിടുത്തെ കട്ട് ഓഫ് വന്നത് 56.20 ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ വേക്കൻസി കൂടിയ ഒരു സോൺ നോക്കി അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കോമ്പറ്റീഷനും വളരെ വലുതായിരിക്കും. ആ കോമ്പറ്റീഷൻ കൂടുമ്പോൾ കട്ട് ഓഫിലും ഉയർച്ച ഉണ്ടാവും, അപ്പം കട്ട് ഓഫും കൂടുതലായിരിക്കും. റാഞ്ചിയിൽ വരുമ്പോൾ കഴിഞ്ഞ തവണ 511 വേക്കൻസികളാണ് വന്നത്. ഇത്തവണ 1213 വേക്കൻസികളുണ്ട്. അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61 ആയിരുന്നു, ഒരു ഹൈ കട്ട് ഓഫ് തന്നെയായിരുന്നു അത്. ഭുവനേശ്വർ വരുമ്പം 930 വേക്കൻസികളാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 928 ആണ്. അവിടുത്തെ കട്ട് ഓഫും 60 ആയിരുന്നു. മുംബൈ സോൺ നോക്കുവാണെങ്കിൽ 1745 ആയിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ 740 ആണ്. അവിടെ വന്ന കട്ട് ഓഫ് 57.17 ആണ്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി കാണും നമ്മൾ വേക്കൻസിയും അതേപോലെ കോമ്പറ്റീഷനും ഒക്കെ നമ്മുടെ കട്ട് ഓഫിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഏത് സോണിൽ അപ്ലൈ ചെയ്താലും നമുക്ക് ജോലി കിട്ടും. അപ്പോൾ നമുക്കത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു സോണിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് ജോലി ചെയ്യാനൊക്കെ എളുപ്പം. അപ്പോൾ നിങ്ങൾ അക്കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വേണം ഒരു സോൺ തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളാണെന്നുള്ളത്. നമ്മളിപ്പോൾ UR കാറ്റഗറിയിലാണെങ്കിൽ നമ്മുടെ UR കാറ്റഗറിയിൽ എത്ര വേക്കൻസി ഉണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രം സോൺ എടുക്കുകയാണെങ്കിൽ UR കാറ്റഗറിയിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നോക്കുവാണെങ്കിൽ 2025 UR കാറ്റഗറിയിൽ 55 വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 148 ഉണ്ട്. അത് 148 എല്ലാവർക്കും കൂടി ഉള്ളതാണെന്ന് വിചാരിക്കരുത്. കാറ്റഗറി വൈസ് ആണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ UR കാറ്റഗറിക്ക് 55, അതേപോലെ SCക്ക് 25, STക്ക് 15, OBCക്ക് 32, അതേപോലെ EWSന് 21. അങ്ങനെയാണ് കാറ്റഗറി വൈസ് ആണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു, ആ കാറ്റഗറിയിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുകൂടി നോക്കിയിട്ട് വേണം നമ്മൾ ആ സോണിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം സോണിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നോക്കണം ഞാൻ ഏത് കാറ്റഗറിയാണ്, എൻ്റെ കാറ്റഗറിയിൽ അത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടോ, അപ്പോൾ എനിക്ക് കിട്ടാനുള്ള ചാൻസ് എത്രത്തോളമാണ് എന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാവൂ. നമ്മൾ വൺസ് ഈ ഒരു സോൺ സെലക്ട് ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡിഫിക്കേഷൻ വിൻഡോ വരുമ്പോഴൊന്നും സോൺ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഹ്യൂജ് ഇൻക്രീസ് വേക്കൻസിയിൽ വന്നാൽ ചിലപ്പോൾ നമുക്ക് സോൺ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ തവണ അങ്ങനെ പറ്റിയിരുന്നു. നമുക്ക് ഇൻക്രീസ് വന്നപ്പോൾ, വേക്കൻസി ഇൻക്രീസ് ആയപ്പോൾ നമുക്ക് സോൺ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സോൺ സെലക്ട് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ 6 സോൺസ് നമ്മൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ 6 സോൺസ് ആണ്. അപ്പം നിങ്ങളതൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ALPയുടെ ക്വാളിഫിക്കേഷൻസ് നോക്കുമ്പോൾ ITI പാസ്സായവർക്കും അതേപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും BTech ഡിഗ്രി ഉള്ളവർക്കും അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഈ ALP നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ITIക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെ ഒരു വലിയ സുവർണ അവസരമാണ് മുന്നിലുള്ളത്. കാരണം ഇത്രയും ഉയർന്ന ശമ്പളത്തിൽ നമ്മുടെ ഈ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ അവസരം ആരും മിസ്സാക്കാതെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALPക്കായിട്ട് CBT 1നും CBT 2 പാർട്ട് A പാർട്ട് Bക്കും കംപ്ലീറ്റ് കോഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ അത് ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനിയും നമ്മുടെ മുന്നിലുള്ളത് പഠിക്കാനുള്ള ടൈമാണ്. അപ്പം ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും പഠിച്ചു തുടങ്ങുക. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ PYQ ഡിസ്കഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, വർക്കൗട്ട് സെക്ഷൻസ്, അങ്ങനെ വീക്കിലി ടെസ്റ്റ്, അങ്ങനെ എല്ലാവിധ കണ്ടന്റുകളും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.